ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ലോർഡ് സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധ പൗലോസ്ലിയ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 13-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൻ്റെ അവസാനം വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രത്യാശയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ തോതിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ദിവസം നമ്മൾ പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മുടെ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എവിടെയാണ് നമ്മുടെ പ്രത്യാശ? സർവശക്തനായ കർത്താവിൽ തന്നെയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യാശ വച്ചിരിക്കുന്ന സർവശക്തനായ കർത്താവിലാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് തിരുവചനത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് നോക്കാം. സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവനെ മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്നും പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ കാര്യമാണ് അവിടെ സംഭവിച്ചത്. അവളുടെ വിശ്വാസം, കർത്താവിലുള്ള പ്രത്യാശ. സാധിക്കും, കർത്താവിനത് സാധിക്കുമെന്ന് അവൾ പ്രത്യാശ വച്ചിരുന്നു. വിശ്വാസവും പ്രത്യാശയും ചേർന്ന് നിൽക്കുന്ന ആ ഇടം കർത്താവിൻ്റെ ഹൃദയത്തിലാണ് അവൾ കയറി തൊട്ടത്. വെറുതെ പട്ടിയാക്കി കളയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. കർത്താവ് പറഞ്ഞു, നായ്ക്കൾക്ക് കൊടുക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇവൾ വിജാതിയായ ഒരു അവസ്ഥയിൽ വന്നവൾക്ക് കൊടുക്കാനുള്ളതല്ല, എൻ്റെ സ്വന്തം മക്കൾക്ക് കൊടുക്കാനുള്ളതാണ് എന്നുള്ള തലത്തിൽ വരെ സംസാരം ഉണ്ടായി അവിടെ. പക്ഷെ അവൾ പിന്തിരിഞ്ഞില്ല. കാരണം അവൾ കർത്താവിൽ പ്രത്യാശ വച്ചിരുന്നു. ആ ഒരു പ്രത്യാശയാണ് അവിടെ കർത്താവ് കണ്ടത്. അവളുടെ ഹൃദയത്തിലെ ആ ഒരു പ്രത്യാശയും ആ വിശ്വാസവും ഒരുമിച്ച് ചേർന്നപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അവളിലേക്ക് ഒഴുകിയിറങ്ങി. അതാണ് അവിടെ സംഭവിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണോ നമ്മൾ ചിന്തിക്കുന്നത്? നമുക്ക് പ്രത്യാശ കർത്താവിൽ തന്നെയാണോ? ഒന്ന് ആഴമായി ചിന്തിക്കണം. കാരണം നമ്മൾ അന്ത്യകാലത്തിലേക്ക് തന്നെയുള്ള യാത്രയിൽ ഈശോ എപ്പോൾ വേണമെങ്കിലും വരാം. അത് നമ്മൾ ഒരുങ്ങിയിരിക്കണം, നമ്മൾ പ്രത്യാശ നശിക്കാതെ. മറ്റൊരു തിരുവചന ഭാഗം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. ഭോഷനായ ധനികൻ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് പാലിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയോ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷാ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. പ്രൈസ് ദി ലോർഡ്. അയാളുടെ പ്രത്യാശ എവിടെയായിരുന്നു? അയാളുടെ പ്രത്യാശ സമ്പത്തിലായിരുന്നു.
അപ്പം ഈ ഒരു അവസ്ഥ നമ്മളും ചിന്തിക്കണം. ഈ ഒരു അവസ്ഥയിലാണോ ആദ്യത്തെ ആ സ്ത്രീയുടെ അവസ്ഥയിലാണോ? ഏതവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കുന്നത്? നമ്മൾ ചിന്തിച്ച് നമ്മളെ ജീവിതം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യാശ നശിക്കാതെ. പ്രത്യാശയുള്ളവർക്ക് നിരാശയില്ല. ഇന്ന് മനുഷ്യർക്കൊക്കെ ടെൻഷനാണ്. എന്തിനാണ് ടെൻഷൻ? കർത്താവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം കർത്താവ് അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുകയില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു തലമുടി കിളുക്കുന്നതും കൊഴിയുന്നതും സർവശക്തനായ കർത്താവ് അറിയുന്നു. അവിടുത്തെ പ്രത്യാശ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.